നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് BW-HL2 എന്ന BlitzWolfന്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ സമയം കളയാതെ ഈ ഒരു വാച്ച് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വാച്ചിനോടൊപ്പം ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിന്റെ മുകളിൽ ഇതുപോലെ BlitzWolf എന്നും BW-HL2 ആണ് മോഡൽ നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണെന്നും അതുപോലെ ഇതിൻ്റെ ഒരു വർക്കിംഗ് ടൈം 5 മുതൽ 7 ദിവസം വരെ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നും ബാറ്ററി 200 mAh ബാറ്ററി ആണെന്നും വാട്ടർ പ്രൂഫ് ആണെന്നും വെയിറ്റ് വെറും 55 ഗ്രാം മാത്രമേ ഉള്ളൂ എന്നും കാണിക്കുന്നുണ്ട്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ BW-HL2 എന്ന് പറയുന്ന വാച്ച്. അപ്പോൾ ഇത് എൻ്റെ വാച്ചിൻ്റെ ആ ഒരു ഡയൽ മാത്രമാണ്, അത് ഞാൻ മാറ്റി വയ്ക്കുന്നു. അത് കൂടാതെ ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ ഇതുപോലെ തന്നിട്ടുണ്ട്. അതുപോലെ കണ്ടാൽ ലെതറാണെന്ന് തോന്നുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ട്രാപ്പും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാച്ച് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു QR കോഡ് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ്, യൂസർ മാനുവൽ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിനോടൊപ്പം ബോക്സിനകത്തുള്ളത്. നമുക്കിതിൻ്റെ സ്ട്രാപ്പ് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ സെയിം സൈസിലുള്ള അഡീഷണൽ സ്ട്രാപ്പ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ട്രാപ്പ് ഇപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കും നല്ല ഒരു ഹാർഡ്നെസ്സും ഫീൽ ചെയ്യുന്ന ടൈപ്പുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വാച്ച് ഇതുപോലെ നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ വലത് സൈഡിലായിട്ട് ഇത്തരത്തിലൊരു ബട്ടൺ കാണാം. അല്ലാതെ സൈഡിലൊന്നും മറ്റ് ബട്ടണൊന്നുമില്ല. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഹാർട്ട് റേറ്റ് സെൻസർ കാണാം. അതുപോലെ ചാർജിങ് കേബിൾ കണക്റ്റ് ആവുന്ന ഒരു കോപ്പർ ലിഡ് നമുക്ക് ഇതുപോലെ ബാക്കിലായിട്ട് കാണാം. ഇനി ഈ ഒരു വാച്ച് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്തെങ്കിൽ മാത്രമേ ഫോണിൽ നിന്നുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ടൈം കറക്റ്റ് ആവും. മാത്രമല്ല ഫോണിൽ വരുന്ന മറ്റ് നോട്ടിഫിക്കേഷനുകളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വഴി കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ആപ്പ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഫോണിൽ ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പല വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലുള്ള QR കോഡുകൾ ഈ ഒരു യൂസർ മാനുവൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതുപോലെ ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വാച്ച് എൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞു. പെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫോണിൽ നിന്ന് കൃത്യമായിട്ടുള്ള ടൈമൊക്കെ ഇതിനകത്തേക്ക് എത്തും. നമുക്ക് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് നൽകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു വാച്ച് ഫേസിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം സൈഡുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതുപോലെ മാറാൻ സാധിക്കും. കണ്ടല്ലേ, അങ്ങനെ ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു വാച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫോൺ നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ മറന്നാൽ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു റൂമിൽ വെച്ച് മറന്നാൽ ഈ ഒരു വാച്ചിനകത്ത് ഫൈൻഡ് ഫോൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാച്ചും ഫോണും തമ്മിൽ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോണിനകത്തേക്ക് ബെല്ല് റിങ് ചെയ്യുകയും നമുക്ക് ആ ഫോൺ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താനുള്ളൊരു ഓപ്ഷനും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 1.3 ഇഞ്ചിൻ്റെ കളർ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ബാറ്ററി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്ക്രീൻ ഓഫ് ആവും. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ കെട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഓൺ ആവുകയും നമുക്കപ്പോൾ ഇതിൻ്റെ ടൈം നോക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. അതുപോലെ സ്മാർട്ട് വാച്ചുകളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. വാച്ച് നോക്കി ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ കോൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ സാധിക്കില്ല. അതുപോലെ ഈ ഒരു വാച്ച് IP67 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വെള്ളം കയറുന്ന കാര്യത്തിൽ പേടിക്കുകയോ വേണ്ട. നമുക്ക് വ്യായാമങ്ങൾ ഏർപ്പെടുന്നവർക്ക് നീന്തുന്ന സമയങ്ങളിലൊക്കെ വേണമെങ്കിൽ പോലും കയ്യിൽ ഇത് കെട്ടിക്കൊണ്ട് നീന്താൻ സാധിക്കും. ഒരു തുള്ളി പോലും ഇതിനകത്ത് വെള്ളം കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷനുകളിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ, ഉദാഹരണത്തിന് വാട്സപ്പിലേക്കൊക്കെ വരുന്ന മെസ്സേജുകളൊക്കെ ഫോണുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ചിൽ തന്നെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് സെഡൻഡറി റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് സമയം അനങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ സമയമായി ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണെന്നൊരു റിമൈൻഡർ ഈ വാച്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും നമുക്ക് എണീറ്റ് നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു വാച്ചിനകത്ത് 200 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 7 മുതൽ 10 ദിവസം വരെയുള്ള ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ എനിക്കിന്ന് ഈ ഒരു വാച്ച് കയ്യിലേക്ക് കിട്ടിയതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്ന് പറയാനാകൂ. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് മൾട്ടി സ്പോർട്സ് മോഡുണ്ട്. അതായത് വ്യത്യസ്ത ഇനം വ്യായാമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത സ്പോർട്സ് മോഡുകൾ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. സ്പോർട്സ് എന്ന മോഡ് എടുത്തു കഴിഞ്ഞാൽ വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ്, ബാസ്കറ്റ്ബോൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പോർട്സ് മോഡുകൾ നമുക്ക് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം വ്യായാമം നമ്മൾ ചെയ്യുന്നു എന്ന് കൗണ്ട് ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷനുകൾ ഈ ഒരു വാച്ചിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാച്ച് പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ ചാർജിങ് കേബിളിനകത്ത് ഇട്ടിരുന്നാൽ മതി. 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതൊരു ഫുൾ ചാർജ് ആവും. അപ്പോൾ ഇത് സാധാരണ സ്മാർട്ട് വാച്ചുകളേക്കാൾ ഒരു അല്പം
സൈസ് ഡിസ്പ്ലേക്ക് ഒരു സൈസ് അല്പം കൂടിയ ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു വാച്ചിൻ്റെ മെയിൻ സ്ക്രീനിൽ നിന്ന് ഇതുപോലെ വലത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കിലോമീറ്റർ നടന്നു, എത്ര കിലോ കാലറി ബേൺ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് ഇതുപോലെ അറിയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വാച്ചിൽ സ്ക്രീനിൽ നിന്ന് ഇടത് നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ BP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അളക്കാൻ സാധിക്കും. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല മികച്ച ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ ലെതർ ആണെന്ന് തോന്നും, പക്ഷേ ഇത് ആക്ച്വൽ ലെതർ അല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഓവറാൾ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണെന്ന് പറയാം. അതുപോലെ SpO2 എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് അളക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ ഇവിടെ HR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് ഹാർട്ട് റേറ്റ് സെൻസറാണ്. അതായത് ഈ ഒരു വാച്ച് നമ്മുടെ കയ്യിൽ ഇതുപോലെ കെട്ടിയിരുന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് ഈ ഒരു വാച്ച് മെഷർ ചെയ്യുകയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ വാച്ചിന്റെ കമ്പാനിയൻ ആപ്പിലേക്ക് അതിന്റെ ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് അത്ര പോരാ. കാര്യം ഇതിനകത്ത് ആ മെനു ഒക്കെ എടുക്കുമ്പോൾ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ചില സ്മാർട്ട് വാച്ചുകൾ ഞാൻ ഒരുപാട് സ്മാർട്ട് വാച്ച് വേറെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഹാർഡ്വെയർ ബേസ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അതുകൊണ്ട് തന്നെ നല്ല ഡ്യൂറബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. അതർവൈസ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു വാച്ച് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നാൽ ഇതിനകത്ത് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൽ നിന്നും നമ്മുടെ ഉറക്കം എത്രത്തോളം മണിക്കൂർ നമ്മൾ ഉറങ്ങി, അതിനകത്ത് ഡീപ്പ് സ്ലീപ്പ് എത്ര സമയം ഉണ്ടായിരുന്നു, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എത്ര സമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കാം. ഇനി ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ വില എന്ന് പറയുന്നത് 3175 രൂപയാണ്. അപ്പോൾ BlitzWolfന്റെ BW-HL2 എന്ന ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് ആക്ച്വലി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അയച്ചു തന്നത് ബാങ്കുഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. നമുക്കറിയാം ബാങ്കുഡ് എന്ന് പറയുന്ന ഒരു ചൈനീസ് വെബ്സൈറ്റ് ആണ്. ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ ഏകദേശം 2 മാസം മുമ്പേ അവിടുന്ന് അയച്ചതാണ്. പിന്നീട് ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം പലയിടത്തും ബ്ലോക്ക് ആയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ മാത്രം ലഭിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വാച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കുഡ് വഴി മേടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴേക്കും ഇന്ത്യ ചൈന ഒരു വ്യാപാര ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് വാങ്ങാൻ സാധിക്കുമോ അല്ലെങ്കിൽ വാങ്ങണമെന്നോ ഞാൻ പറയുന്നില്ല. ഇതൊരു പക്ഷേ നിങ്ങളിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് BW-HL2 എന്ന് പറയുന്ന ഈ ഒരു വാച്ചിൻ്റെ പേര് ആമസോണിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം. മികച്ചൊരു വാച്ച് തന്നെയാണ് BW-HL2. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഈ ഒരു വാച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രം, ആരെയും വാങ്ങുന്നതിനൊന്നും നിർബന്ധിക്കുന്നുമില്ല. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഏറ്റവും ആദ്യം അറിയാൻ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.